ഹലോ ഗൈസ്, ഇന്നൊരാളുടെ ആഗ്രഹപ്രകാരം ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആളെയും കാണിച്ചു തരാം, അവിടെ എത്തിയിട്ട് ആ സ്ഥലവും കാണിച്ചു തരാം. ബാംഗ്ലൂരിൽ നിന്നൊരു 1 മണിക്കൂർ യാത്രയാണ് ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഒരു 1 മണിക്കൂർ 7 മിനിറ്റാണ് കാണിക്കുന്നത്. 56 കിലോമീറ്റർ പെട്രോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. നല്ല യാത്ര തുടങ്ങാം. ഫോക്കസ് ആവണം, അവിടെ ഫോക്കസ് ആവണം. ഹായ് ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള്. ഗൈസ്, നമ്മുടെ നൈസ് റോഡ് വഴിയാണ് പോകുന്നത്. നൈസ് റോഡ് കയറിക്കാൻ 41 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നൈസ് റോഡ് കയറട്ടെ. നൈസ് ഗൈസ്, അങ്ങനെ ഞങ്ങളെത്തി. നിങ്ങൾക്ക് എപ്പോഴും സംശയമായിരിക്കും അല്ലേ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. വെയിറ്റ്, ഇപ്പോൾ പറയാം. നമ്മളിപ്പോൾ സ്പോട്ടിലെത്തി, സ്ഥലം കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ മാപ്പ് നോക്കിയിട്ടാണ് വരുന്നതെങ്കിൽ ഇതാണ് എൻട്രൻസ്. ഇത് കൂടിയിട്ട് അകത്ത് അറിയാൻ പറ്റും. ഗൈസ്, അങ്ങനെ നമ്മൾ സ്ഥലത്തേക്ക് നടന്ന് മുന്നേറുകയാണ്. കിടിലം വൈബ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സീന് വ്യൂ ഗൈസ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു റീൽസ് കണ്ടിട്ട് ഈ സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ മൊത്തം തെറ്റി. നല്ല തിരക്കുണ്ട്, പുറത്ത് ഫുള്ള് വണ്ടിയാണ്. ആൾക്കാർ മാത്രമല്ല, ആടും ഉണ്ട്. ആടിനെ കാണിച്ചു തരാം. ആടുജാത എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ആടുജാത. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആട് ജീവിതം എന്നും പറയാം. വരി വരിയായി വരി വരി വരിയായി വരി 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 വരിയായി. ആൽമരം. ആലുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ സ്ഥലം. ആളുകൾ കൊണ്ട് ഫുൾ ജനങ്ങൾ. കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് കാണാൻ പറ്റും. റീൽസ് എടുക്കാം, ഷോർട്സ് എടുക്കാം, പിന്നെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്, അല്ലേ? ഗൈസ്, നമ്മുടെ മെയിൻ സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഇതാണ്. ഈ പുഴേൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ്. ഗൈസ്, ഇതിൻ്റെ കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഫുള്ള് കമ്പ്യൂട്ടർ നിറച്ചിട്ടുണ്ട്. ഇത് അതിസാഹസികമായിട്ട് റിസ്ക് എടുത്തിട്ടെടുക്കുന്ന വീഡിയോ ആണ്. നഗര നദിക്കട തീരം നാഗന തണക്കണ തീരം താനേ താനേ താനേ. അത് ഗൈസ്, നദിയുടെ അടുക്കിലേക്ക് പോവുകയാണ്, തടാകത്തിനരികിലേക്ക്. അല്ല, ഞാൻ അതിക്രമിച്ച ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. ഇല്ലീഗൽ എൻട്രി. മല്ലയ്ക്ക് ഞാൻ മതിയേ, സഹായം വേണോ? ഓക്കെ ഗൈസ്, ഞാൻ അവളെ സഹായിച്ചിട്ട് വരാം. സഹായം ഇല്ലാതെത്തിയോ? തുള്ളിക്കോ.
ഗൈസ് നല്ല വൈബ് സ്ഥലം ഗൈസ്, അടിപൊളി സ്ഥലം, പീസ് ആൻഡ് കാം. പക്ഷെ നല്ല ആൾക്കാരുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കുറച്ച് കുറവായിരിക്കും. പക്ഷെ അറ്റ്മോസ്ഫിയർ വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ഇവള് ചാണം ചവിട്ടി ഗൈസ്. ഞാൻ പച്ച പിടിച്ചതിനെ കൊണ്ട് എൻ്റെ മേക്കാവില്ല. ചാണകം ഉണ്ട്, അപ്പൊ പശുണ്ട്. ഇവിടെ ഫുള്ള് തിരമാല അടിക്കുന്നുണ്ട്. അപ്പൊ ഇവക്ക് തിരമാലേനെ തിരിച്ചടിക്കാൻ പോണെന്ന് വല്ലാത്ത ആഗ്രഹം. തിരിച്ചടിക്കാട്ടാ. ഹീനമായ അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ പ്രതികാരം നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വെച്ചു. തിരമാലേനെ ഇന്ന് തിരിച്ചടിക്കില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. 1.5 കിലോമീറ്റർ നടന്ന് വിശന്ന്. ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം അല്ലേ? ആദ്യം അക്കരെ എത്തണം ഗൈസ്, എന്നിട്ടേ കഴിക്കാൻ പറ്റും. അതെ ഗൈസ്, സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വൈബോസ്കി സ്ഥലം. നല്ല ശാന്ത സുന്ദരം സമാധാനമായ ഒരു സ്ഥലം. എത്ര നേരം വേണമെങ്കിലും വന്നിട്ട് വെറുതെ ഇരിക്കാം. ഉച്ചക്കെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പപ്പടമായിട്ട് പോവാം. പക്ഷെ ഒരു വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വ്ളോഗ് സെറ്റാണ്. നോക്കൂ, നമ്മളെ നോക്കൂ, എന്ത് ഭംഗിയാണ് നോക്കൂ. അതെ ഗൈസ്, നമ്മൾ ഷാർജയിലെത്തി. ഇത് ഷാർജയിലത്തെ ഈത്തപ്പഴം പിടിക്കുന്ന പ്രത്യേകതരം ഈന്തമരമാണ്. നമ്മൾ കുറച്ച് ഈത്തപ്പഴം പറിച്ചിട്ട് നല്ലനെ ബാംഗ്ലൂരേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇവിടെ വന്ന് വെറൈറ്റി മരങ്ങൾ കാണാൻ പറ്റും. ചെരിഞ്ഞ മരം, ചെരിയാത്ത മരം, ഇലകളുള്ള മരം, ഇലകളില്ലാത്ത മരം, അങ്ങനെ ഫുൾ വെറൈറ്റീസ് ഓഫ് മരമാണ് ഇവിടെ. പക്ഷെ ഇതൊക്കെ ഈ സ്ഥലത്തിന് ഭയങ്കര ഭംഗി നൽകുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. സൺസെറ്റ് കാണാൻ വന്നതാണ് ഗൈസ്, ബട്ട് സൺസെറ്റിനെ മേഘം കൊണ്ടുപോയി. മേഘം കള്ളനാണ് ഗൈസ്, മേഘം സ്റ്റോൾ സൺസെറ്റ്. പക്ഷേ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ്, നെക്സ്റ്റ് ലെവൽ. നിങ്ങൾക്കൊരു മണിക്കൂർ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും പീസ് എന്താണെന്നും പിന്നെ നാച്ചുറലിൻ്റെ ഭംഗി എന്താണെന്നും. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഇങ്ങോട്ടേക്ക് വരണം ഗൈസ്. പക്ഷേ സൺസെറ്റ് എല്ലാ ദിവസവും ഉണ്ടാവില്ല കേട്ടോ, ഓൺലി ബുക്ക് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വിധാൻ സൗദിൻ്റെ ഫ്രണ്ട് കൂടിയിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് ഒരു കാഴ്ച കണ്ട്, അങ്ങനെ നമ്മളിവിടെ ഒന്ന് സൈഡാക്കി. ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഫുൾ കളറാണ്. സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അപ്പൊ ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ വന്നിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടാവും, ആദ്യത്തെ വ്ളോഗല്ലേ, അപ്പൊ ഉണ്ടാവാതിരിക്കുമല്ലോ. അപ്പൊ കമന്റിൽ വന്നിട്ട് പറയാം. അപ്പൊ അടുത്ത വ്ളോഗിലൂടെ ഞാനത് പരിഹരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പൊ അടുത്ത വ്ളോഗുമായി അടുത്ത ദിവസം കാണുന്നത് വരെ സൈനിങ് ഓഫ്.